ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ വി ഗാർഡിൻ്റെ ഇൻവേർട്ടഡ് ബാറ്ററിയിലോട്ട്, ഇത് ട്യൂബുലാർ ബാറ്ററിയാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കാണാൻ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒഴിക്കേണ്ടത് ഒരു ബാറ്ററി വാട്ടറാണ്, മറക്കരുത്. കൂടെ നമ്മളൊരു ചോർപ്പൂടെ കരുതുക. അപ്പം ഇത് ഉപയോഗിച്ച് ഈ ബാറ്ററിയുടെ ഫില്ല് ചെയ്യേണ്ട അടപ്പ് തുറന്നിട്ട് ഇങ്ങനെ ചോർപ്പ് വെച്ച് അതിലോട്ട് നമുക്ക് ഈ ബാറ്ററി വാട്ടർ ഒഴിക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ അടപ്പുകളൊക്കെ അഴിക്കാം. ഇതാണ് ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇതെപ്പോഴും കുറച്ച് ഉയർന്ന് നിൽക്കണം, ഒത്തിരി താഴ്ന്ന് നിൽക്കരുത്. അപ്പോൾ താഴ്ന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കണം. മറക്കരുത്, ബാറ്ററി വാട്ടർ തന്നെ ഒഴിക്കുക, പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇതിപ്പോൾ നമ്മൾ ഈ ചോർപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഇതിനകത്തുള്ള ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, അതിങ്ങനെ ഉയരുന്നത് കാണാം. അത് ഏകദേശം ഇടയ്ക്കോ മുകളിൽ ഒരു കറുത്തൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാമല്ലോ. അത് ഏകദേശം മുകളിലോട്ട് അത് ഉയർന്നിട്ടുണ്ട്. ഇത്ര ഒഴിച്ച് നിന്നാൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഉയർന്നിട്ടുണ്ട്, കണ്ടല്ലോ, ക്ലിയറായിട്ട് കാണാം. അപ്പോൾ അതുപോലെ ആ റെഡിൽ ടച്ച് ചെയ്യാൻ അനുവദിക്കരുത്, അതുപോലെ ഗ്രീനിന് മുകളിലോട്ടും പോകരുത്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ആവശ്യമുള്ള അനുസരിച്ച് ബാറ്ററി വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിൽ കൂടുതൽ ഒഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാറ്ററിക്ക് ലോങ് ലൈഫ് ഉറപ്പ് വരുത്തും. ഇതാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇൻവെർട്ടറിനുള്ള ഒരു മെയിൻ്റനൻസ് ടിപ്പ്. ഇത് രണ്ടും ഞാൻ വി ഗാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി ഇൻവെർട്ടറും വി ഗാർഡിൻ്റെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 6 മാസം കൂടുമ്പോൾ ഇതിനൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് വേണം കണക്ഷൻ ചെയ്യുന്നു. അതുപോലെ ഇവിടെയും പവർ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാം. എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കുക.